നമസ്കാരം, അസ്സലാമു അലൈക്കും. പൊതുജനങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കാര്യങ്ങൾ പറയാം. ഒരുപാട് കാലമായിട്ട് സൈബർ അറ്റാക്കിൻ്റെ നടുവിലാണ് ഞാൻ. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ചില കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഡൽഹി പോലീസിന് കൈമാറുകയാണ്. ഡൽഹി പോലീസിന് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ വിഭാഗത്തിനാണ് കൈമാറുന്നത്. അതായത് കൊപ്പത്തെ സൈബർ സെല്ലിന് കൊടുത്തുള്ള റെക്കോർഡുകളൊക്കെ മാറണം. അതിന് വോയിസ് റെക്കോർഡുണ്ട്, ഡേറ്റും സമയമുണ്ട്. അത് ഏത് ഫോണിൽ നിന്ന് ഏത് ടവറിൽ നിന്ന് വന്ന് എന്നതിനെക്കുറിച്ചൊക്കെ ക്ലിയറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ പേരിൽ പട്ടി കടിച്ചിട്ടും പാമ്പ് കടിച്ചിട്ടുമൊക്കെ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ പരാതി നൽകണം. അത് ഇവിടെ ഒരുപാട് മരുന്ന് തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ കള്ളമൊഴിയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ്, എവിടെ നിന്നാണ്, എന്താണ് എന്നുള്ളതൊക്കെ വൃത്തിയായിട്ട് കാര്യങ്ങളുണ്ടാവും. അതായത് കള്ളത്തരം ചെയ്യണതിന് ഞാൻ സപ്പോർട്ട് നിൽക്കില്ല. എന്നോടത് പറയണ്ട. എന്നോട് പറയാനുള്ളത് നേരിട്ട് പറയാം, മനസ്സിലായില്ലേ? അതുപോലെ വർക്ക്ഷോപ്പ് നടത്തുന്ന കൂട്ടപ്പായി അതുപോലെ മുഹമ്മദ് ഷാഫി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നുണ പറഞ്ഞ് പറ്റിച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ അള്ള പറ്റിക്കും, നിങ്ങളെ അള്ള പറ്റിക്കും. അതോടുകൂടെ നിങ്ങളുടെ കത്തിക്കൽ തീരും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ചികിത്സ ചെയ്തിട്ട് നട്ടെല്ലാം മുറിഞ്ഞിട്ട് മൂലയെ കിടക്കുന്നുണ്ട്. പട്ടി കടിച്ച് മരിച്ചാലും പാമ്പ് കടിച്ച് മരിച്ചോലെയാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും ചാർജ് ചെയ്യാനായിരിക്കും. കാരണം അതിൻ്റെ ക്ലിയർ ലെവലില്ല. ഫോണിൽ കൂടെ സാധനം വന്നതിൻ്റെ ഏത് ടവറിൽ നിന്ന് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നൊക്കെ ക്ലിയർ ആയിട്ടുള്ള സാധനമാണ് കൈമാറണമെങ്കിൽ ഞാൻ നാളെ കൂടി ഒന്നുകൂടി പരിശോധിച്ചിട്ട് സാധനം ഇടും. ഇന്ന് പറഞ്ഞാൽ ഇന്ന് 24 ഏപ്രിൽ വെള്ളിയാഴ്ച. അപ്പോൾ ഒരുപാട് കാലമായി സൈബർ അറ്റാക്ക് എൻ്റെ പേരിലുണ്ടായിട്ട്. ഇപ്പോൾ എൻ്റെ കുറേ അക്കൗണ്ട്, അതായത് ഒരു 10 കോടി ഫോളോവേഴ്സുള്ള സാധനങ്ങളൊക്കെ പല തവണയായിട്ട് ഇവർ കട്ട് ചെയ്തു. അതിൻ്റെ പിന്നിൽ വലിയ ചുറ്റുപാടുണ്ട്. ഒരുപാട് പെണ്ണുങ്ങൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കല്യാണ പരസ്യത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ തങ്ങന്മാരും ഔലിയാക്കന്മാരാണ്. എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ പങ്കെടുത്തതിൽ കൃത്യമായിട്ട് അതിൻ്റെ രേഖ ഉണ്ട്. ആ രേഖ വെച്ചിട്ട് തന്നെ ചെയ്യണം. എൻ്റെ അക്കൗണ്ടുകളൊക്കെ അവരാണ് ഈ തകരാറ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ പെടുന്ന ആരെങ്കിലും ഇത്തവണ എലക്ഷന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളവരെ നേരെ വിടില്ല. കാരണം അവർ ഒരുപാട് ചുറ്റുവരവിൽ നടക്കും. മാത്രമല്ല അവർ നാട്ടുകാർക്ക് നഷ്ടം കൊടുക്കേണ്ടി വരും. അവർ സാധാരണ രീതിയിലല്ല. ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വടകര മണ്ഡലത്തിലുള്ളതിൻ്റെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് CCTV ഉണ്ടായിരുന്നു. അത് ജനങ്ങളെ പറ്റിക്കാനായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ പിന്നിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 കൂട്ടരും കൂടി 3 കൂട്ടരും കൂടി വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാണ് ഓരോ സാധനങ്ങൾ. അതവർ, ഇതിവർ, മറ്റവർ, ഇങ്ങനെയുള്ളൊരു തകരാറേ അതിനുള്ളൂ. അപ്പോൾ ഈ 3 നടക്കില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജോലി വേണം. അതിന് ജോലി സ്ഥാപനം കൊടുക്കാൻ നിങ്ങളെന്തിനാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അനുമതി തേടി വരുന്നവരെ ഓടിക്കുന്നത്? അതൊരു വിഷയമാണ്. അതുകൊണ്ട് ലീഗരെ CPMകാരെ നിങ്ങളുടെ വളവൊന്നും നടക്കില്ല. അത് നടത്തുമില്ല. കാരണം നിങ്ങളിപ്പോൾ ഇതിൽ ഈ പോലീസ് കേസൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വോട്ട് ലാഭത്തിന് വേണ്ടി നോക്കിയാൽ ഞാൻ എൻ്റെ വേറെ ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കും. ഏതാ വിജയിക്കാമെന്ന് നമുക്ക് നോക്കാം. കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് കംപ്ലീറ്റ് നാശാക്കും. ഈ പാർട്ടിക്കാർ കംപ്ലീറ്റ് നിങ്ങളെ അടിച്ച് പൊളിക്കും. ആരെ? കറണ്ടിൻ്റെ പണിയെടുക്കുന്നവർ അടിച്ച് പൊളിക്കുന്നവർക്ക് പരിപൂർണ്ണ ഉറപ്പാണ്. അത് കംപ്ലീറ്റ് ശരിയാക്കി കൂടുകയും ചെയ്യും. മനസ്സിലായില്ലേ? പെട്രോളിൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് പെട്രോളിൻ്റെ ഡീസലിൻ്റെയും, അതായത് വാഹനങ്ങളുടെ ഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ ഇത് കൂടെ മാറ്റിവിടും. അതിന് 2-3 വിദ്യ എൻ്റെ പോക്കറ്റിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് അതങ്ങനെ വിടണമെന്ന് വെച്ചാൽ നിങ്ങളെ നാശം ചെയ്യാൻ തന്നെ. നിങ്ങൾ ഭയങ്കര ക്വാളിഫിക്കേഷനായിരുന്നു, ഇങ്ങനെ സംവിധാനമായിരുന്നു എന്ന് പറഞ്ഞത് എടുത്തു നോക്കുമ്പോൾ ഉമ്മാൻ്റെ പൂറാണ് ഇത്. അതുകൊണ്ട് ആ വലിയ അഹ്ലുൽ ബൈത്ത് പെണ്ണ തങ്ങന്മാരാന്ന് മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കുന്നവർ ഇതൊന്ന് കണക്കാക്കണം. കാരണം ഇനി ഒരാളെ നിങ്ങൾ ആക്രമണം ചെയ്യരുത് കേട്ടോ. അത് ഇതിൽ നിർത്താൻ ആവശ്യമായ എല്ലാ പണികളും ചെയ്യും. മനസ്സിലായില്ലേ? ലീഗുകാരുടെ പേരിലുള്ള CPMകാരുടെ പേരിലുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പുനഃപരിശോധിച്ച് എൻക്വയറിക്ക് പോകണം. എൻക്വയറിക്ക് സാധാരണ രീതിയിൽ പോയാൽ പോരാ, ഉദ്യോഗസ്ഥന്മാരെ മാറ്റണം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗിൻ്റെയും ആളുകളാണ് ഇവിടെ CPMലും ഇതിലും ഉള്ളത്. അവരെ മാറ്റി നിർത്തുക. എന്നിട്ട് യഥാർത്ഥ വശത്തേക്ക് പോവുക. കുറ്റക്കാരാരാണെന്ന് വിചാരിച്ചാൽ അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കുക. എന്നിട്ട് അനന്തര നടപടിയിലേക്ക് പോവുക. കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതല്ലാണ്ട് നടക്കില്ല. അതായത് ഇവിടുത്തെ പോലീസിനെ മാറ്റാണ്ട് പറ്റില്ല. പോലീസിനെയും റവന്യൂ ജീവനക്കാരെയും ഫുള്ളായിട്ട് മാറ്റണം. ഇവരെ ഡൽഹി കൊണ്ടുവരണം. എന്നിട്ട് അവിടെ ഉള്ളവർ ഇവിടെയും കൊടുത്തിടണം. ഇവരെന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാമല്ലോ.
എന്താ ചെയ്യാന്ന് നോക്കാം. അവിടെ ഉള്ളവർ ഇവിടെ വന്നാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് കാണാം, നോക്കിയിരുന്ന് കാണാം. എന്തായാലും കണ്ണൂർ പിന്നെ ജില്ലാ മജിസ്ട്രേറ്റിനെ കൊന്ന കേസുകളൊക്കെ അവരുടെ മേശപ്പുറത്ത് വന്നാൽ ഒരു കളി കളിക്കും, അത് കളിയാവും. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കുറേ പ്രസ് മീറ്റിംഗ്, പത്രസമ്മേളനങ്ങൾ, അതിലൊക്കെ നടപടിക്രമം വരും. അത് മാത്രമല്ല, കള്ളത്തരം ആര് ചെയ്താലും അവർ കൊടുക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ കള്ളത്തരം ചെയ്യുന്നത് ലീഗുകാരും കോൺഗ്രസ്സുകാരുമാണ്. CPM ചില ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, അവരുടെ ഭാഗത്ത് അവർ കളിക്കുന്നുണ്ട്, ഇവരുടെ ഭാഗത്ത് ഇവരും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, ഇത് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളാരും പൊതുജനങ്ങളോട് പറയുകയാണെങ്കിൽ ഇവരെ പിന്നിൽ ആരും നടക്കരുത്, അത് പിടിക്കപ്പെടും. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് പുറത്തായിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് പൊളി. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് നടക്കില്ല. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ജീവിക്കാൻ തൊഴിൽ കൊടുത്തെങ്കിലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതില്ല. രണ്ടാം വരി കറണ്ട് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഭരണം പോയിട്ട് നോക്കുമ്പോൾ ഒരു ദിവസത്തിൽ 10 മണിക്കൂറും പവർ കട്ടാണ്. ഈ പവർ കട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ജനങ്ങൾ പറയും. അതായത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യണമെന്ന്. മനസ്സിലായില്ലേ? ഇതിന് കറണ്ട് പൈസ കൂട്ടേണ്ടത് മറ്റുള്ളതൊന്നും പ്രശ്നം അതിന് വരുന്നില്ല, അല്ലാതെ തന്നെ അത് സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പ് തന്നെയാണ് എടുത്ത് കളയാൻ. ഇലക്ട്രിസിറ്റി വകുപ്പ്, വഖഫ് ബോർഡിൻ്റെ വകുപ്പ്, മെഡിക്കൽ ബോർഡിൻ്റെ വകുപ്പ്, ഇത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞേക്കാം. എന്നാൽ അതൊക്കെ ശരിയാവും. അസ്സലാമു അലൈക്കും. ഞാനിത് ഈ വീഡിയോ വരുന്നത് പിന്നെ ഡൽഹിയുടെ കീഴിലാണ്, ഡൽഹി പോലീസിൻ്റെ കീഴിലാണ്. ഡൽഹി പോലീസ് പറഞ്ഞാൽ ഡൽഹി സർക്കാരിൻ്റെ അല്ല, പാർലമെൻറ്റിൻ്റെ. അപ്പോൾ കൊപ്പത്തുള്ള പിന്നെ പോലീസിന് കൊടുത്തുള്ള മുഴുവൻ രേഖകളും ഇതിൽ പോകും. അത് ഞാൻ എടുത്തോളും.